ഈ കഥ ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് കൊറിയയിലെ ഒരു റെസ്റ്റോറന്റ് ആണ്. വളരെ തിരക്കുള്ള ഒരു റെസ്റ്റോറന്റ് ആണത്. ഇത് നടത്തുന്നത് ഒരു പെൺകുട്ടിയാണ്. ഇവളുടെ പേരാണ് റൂമി. ഇത്രയും കാലം വളരെ കഷ്ടപ്പെട്ടുള്ള ഒരു ജീവിതമായിരുന്നു ഇവളുടേത്. കാരണം ഇവളുടെ ചെറുപ്പത്തിൽ തന്നെ ഇവളുടെ അച്ഛൻ ഇവളെ ഉപേക്ഷിച്ചു. അതിനെ തുടർന്ന് അമ്മയാണ് ഇവളെ വളർത്തിയത്. അമ്മയും നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടാണ് ഇവൾ ഇത്രയാക്കിയെടുത്തത്. വളർന്നു വരുന്ന സമയത്ത് ഇവക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു റെസ്റ്റോറന്റ് തുടങ്ങണമെന്ന്. ആ ആഗ്രഹം ഇപ്പോൾ അവൾ സാധിച്ചെടുത്തു. ഇപ്പൊ സിയോൾ എന്ന് പറഞ്ഞ സിറ്റിയിലെ തന്നെ അറിയപ്പെടുന്ന ഒരു റെസ്റ്റോറന്റ് ആണ് റൂമി ഇപ്പൊ നടത്തുന്നത്. എപ്പോഴും അവിടെ നല്ല തിരക്കാണ്. ഇപ്പൊ ഇന്നത്തെ ദിവസം ഒരു ന്യൂസ് റിപ്പോർട്ടർ അങ്ങോട്ട് വന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റെസ്റ്റോറന്റിലെ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തതിന് ശേഷം ഈ റൂമിയുടെയും അവളുടെ അമ്മയുടെയും ഒരു ഇന്റർവ്യൂ അവരെടുക്കുന്നുണ്ട്. ഈ ഇന്റർവ്യൂവിലാണ് ഇത്രയും കാലം ഇവരെങ്ങനെയാണ് ജീവിച്ചത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റൂമിയുടെ അമ്മ വെളിപ്പെടുത്തുന്നത്. അതായത് അവരുടെ ഭർത്താവ് അവർ ഉപേക്ഷിച്ചിട്ട് പോയ കാര്യങ്ങളൊക്കെ. അങ്ങനെ സമയം രാത്രി വർക്കൊക്കെ കഴിഞ്ഞ് റൂമി ഇപ്പൊ നല്ല ഉറക്കത്തിലാണ്. അവളുടെ റെസ്റ്റോറന്റിൽ തന്നെയാണ് അവൾ കിടന്നുറങ്ങാറുള്ളത്. ഇന്നത്തെ ദിവസം അവൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് പുറത്തൊരു ബഹളം കേൾക്കുന്നത്. അവൾ നോക്കുമ്പോൾ കുറച്ച് ഗുണ്ടകൾ വന്നിട്ട് അവളുടെ റെസ്റ്റോറന്റിന്റെ വാതിൽ പൊളിക്കാൻ ശ്രമിക്കുകയാണ്. ഇതെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റിയിൽ അറിയപ്പെടുന്ന ഒരു കൺസ്ട്രക്ഷൻ കമ്പനി ഉണ്ട്. തേസാൻ എന്നാണ് അതിന്റെ പേര്. ഈ തേസാൻ എന്ന കമ്പനി ആ ഏരിയയിലുള്ള മുഴുവൻ സ്ഥലങ്ങളും വാങ്ങിയിട്ടുണ്ട് വലിയൊരു ഷോപ്പിംഗ് മാൾ പണിയാൻ വേണ്ടിയിട്ട്. എന്നാൽ റൂമിയുടെ കടയും അതിനടുത്തുള്ള മറ്റു ചില കടകളിലെ ആൾക്കാരൊന്നും അവരുടെ ബിൽഡിംഗ് വിട്ടുകൊടുത്തിട്ടില്ല. കുറെ പൈസ അവർ ഓഫർ ചെയ്തിട്ടും ഞങ്ങൾക്ക് പൈസ വേണ്ട, ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങളുടെ ബിസിനസ് നടത്തിയാൽ മതി എന്നാണ് ഇവരെല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തു പറഞ്ഞിട്ടും ഇവർ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാത്തതുകൊണ്ട് ആ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ മുതലാളി അയച്ച ഗുണ്ടകളാണ് ഇപ്പൊ റൂമിയുടെ കട തല്ലിപ്പൊളിക്കാൻ വന്നിരിക്കുന്നത്. കുറെ ആൾക്കാരുണ്ടായിരുന്നു. അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ആ വാതിലൊക്കെ തല്ലിപ്പൊളിച്ചു. ഈ സമയമാകുമ്പോഴേക്കും റൂമി അവരുടെ അടുത്തേക്ക് എത്തി. എന്നാൽ അവൾ ആകെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അവൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അമ്മമാരെല്ലാവരും കൂടെ ചേർന്നിട്ട് അവളെ അവിടെ നിന്ന് പിടിച്ച് മാറ്റുകയാണ്. ഈ സമയത്താണ് പുറത്ത് എവിടെയോ പോയിരുന്ന റൂമിയുടെ അമ്മ അങ്ങോട്ട് വരുന്നത്. അവരുടെ വണ്ടിയിലാണ് വരുന്നത്. ആ ആൾക്കാരൊക്കെ കൂടെ മകളെ ഉപദ്രവിക്കുന്ന കാണുമ്പോൾ അമ്മ വേഗം തന്നെ ഇറങ്ങിയിട്ട് അമ്മമാരുടെ അടുത്തേക്ക് വന്നു. എന്നാൽ അമ്മേനെ കൊണ്ടും അവരെ പിടിച്ച് മാറ്റാനൊന്നും പറ്റുന്നില്ല. ഇതൊക്കെ കൊണ്ട് തന്നെ അമ്മയ്ക്ക് ശരിക്കും ദേഷ്യം വന്നു. അവരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് അവരുടെ വണ്ടിക്കകത്തേക്ക് തന്നെ കയറിയിട്ട് അവന്മാരെല്ലാം ഇടിച്ചു തെറിപ്പിക്കാൻ വേണ്ടി ആ വണ്ടി സ്പീഡിൽ അങ്ങോട്ട് ഓടിച്ചു വരാണ്. എന്നാൽ വണ്ടി അവന്മാരുടെ അടുത്തേക്ക് എത്തിയതും ആ ഗുണ്ടകളൊക്കെ അവിടുന്ന് മാറുകയും ചെയ്തു. അതോടുകൂടെ വണ്ടി അപ്പുറത്തൊരു പോസ്റ്റിലേക്ക് ചെന്ന് അടിച്ചു. അങ്ങനെ വണ്ടി അവിടെ ഇടിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഗുണ്ടകളൊക്കെ കൂടെ ചേർന്നിട്ട് അവളുടെ അമ്മയെ ആ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് വലിച്ചിടുകയാണ്. എന്നാൽ വലിച്ചിട്ട് ആ ഫോഴ്സിൽ അവരാണെങ്കിൽ താഴേക്ക് വീഴുകയും ചെയ്തു. അങ്ങനെ താഴേക്ക് വീണ് തലയടിച്ചിട്ട് അവർ അൺകോൺഷ്യസ് ആയി. അവർക്ക് ഇപ്പൊ അനക്കമൊന്നുമില്ല. അവർക്ക് അനക്കമൊന്നും ഇല്ലാന്ന് കാണുമ്പോൾ ഗുണ്ടകളൊക്കെ ഒന്ന് അടങ്ങി. അവരിപ്പോ പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ല. ഈ സമയമാകുമ്പോഴേക്കും അവിടുത്തെ ശബ്ദമൊക്കെ കേട്ടിട്ട് അപ്പുറത്തെ കടകളൊക്കെ നടത്തുന്ന ആൾക്കാരൊക്കെ അങ്ങോട്ട് ഓടിയെത്തി. അങ്ങനെ എല്ലാവരും കൂടെ പെട്ടെന്ന് തന്നെ റൂമിയുടെ അമ്മയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. അങ്ങനെ ഡോക്ടർമാർ അവരെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ ട്രൈ ചെയ്തു. എന്നാൽ അവർക്ക് റൂമിയുടെ അമ്മയെ രക്ഷിക്കാൻ പറ്റിയില്ല. ഉടനെ തന്നെ അവർ മരിച്ചു പോവാണ്. എന്നാൽ റൂമിയുടെ അമ്മ മരിച്ച സമയത്താണ് വേറൊരു കാര്യം സംഭവിക്കുന്നത്. ഒരു ഉൽക്കപ്പ് ഭൂമിയിലേക്ക് വന്ന് വീണു. അതൊരു മലയുടെ മുകളിലേക്കാണ് വന്ന് വീഴുന്നത്. അങ്ങനെ ആ ഉൽക്ക അവിടേക്ക് വന്ന് വീണതിന് ശേഷം ഉൽക്കയിൽ ഉണ്ടായിരുന്ന ചില പദാർത്ഥങ്ങളൊക്കെ ആ മലയിൽ നിന്ന് ഒഴുകുന്ന വെള്ളത്തിലേക്ക് മിക്സ് ആവുകയാണ്. അങ്ങനെ ആ വെള്ളം താഴേക്ക് ഒഴുകാൻ തുടങ്ങി. ആ വെള്ളം അങ്ങനെ ഒഴുകി വരുന്ന ഭാഗത്ത് ഒരു പൈപ്പ് ഉണ്ട്. ഒരാളിപ്പോൾ ആ പൈപ്പിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കുകയാണ്. എന്നാൽ അയാളിപ്പോൾ കുടിച്ച വെള്ളത്തിൽ ആ ഉൽക്കയിലെ പദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അയാൾക്കത് കുടിച്ചപ്പം എന്തോ ഒരു കയ്പ് ഫീൽ ചെയ്തു. അതുകൊണ്ട് തന്നെ പിന്നീട് അയാളത് കുടിക്കുന്നില്ല. മാത്രമല്ല അവിടെ വേറെയും കുറച്ച് ആൾക്കാർ വെള്ളം കുടിക്കാൻ നിൽക്കുന്നുണ്ട്. ഇവരെല്ലാവരും രാവിലെ ജോഗിങ്ങിന് വന്നതാണ്. ആ വെള്ളം കേടായതുകൊണ്ട് ആരുടെ അടുത്ത് അത് കുടിക്കേണ്ടെന്നും കൂടെ അയാൾ പറയുന്നുണ്ട്. ഇനി ആരാണ് ഇയാൾ? ഇയാളാണ് നമ്മുടെ ഹീറോ. ഇയാളുടെ പേര് ഷിൻ എന്നാണ്. നമ്മൾ നേരത്തെ കണ്ട റൂമി ഉണ്ടല്ലോ, അവളുടെ അച്ഛനാണിത്. ഇയാൾ അയാളുടെ ഭാര്യയും മകളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഇപ്പൊ ഒരു സെക്യൂരിറ്റി ആയിട്ട് വേറൊരു ഭാഗത്താണ് ജോലി ചെയ്യുന്നത്. ഇയാൾ വർക്ക് ചെയ്യുന്നത് ഒരു ബാങ്കിലാണ്. അങ്ങനെ ഇന്നത്തെ ജോഗിങ് ഒക്കെ അവസാനിപ്പിച്ചിട്ട് അയാൾ നേരെ അയാളുടെ ജോലിക്ക് പോവാണ്. ഇതേ സമയം തന്നെ ഷിൻ വർക്ക് ചെയ്യുന്ന ബാങ്കിൽ ഒരു ലേഡി ഉണ്ട്. അവിടെ ഈ വൃത്തിയാക്കാനൊക്കെ വരുന്ന ഒരു സ്ത്രീയാണിത്. ഇവർ ആ ബാങ്കിൽ നോട്ടം ഇട്ടിരിക്കുന്ന ഒരു സാധനമുണ്ട്. ഇൻസ്റ്റന്റ് കോഫി പൗഡർ ആണ്. അതിങ്ങനെ കസ്റ്റമേഴ്സിന് കുടിക്കാൻ വേണ്ടി ആ ബാങ്കിൽ ഇഷ്ടം പോലെ വെച്ചിട്ടുണ്ട്. കസ്റ്റമേഴ്സൊക്കെ അത് വെറുതെ എടുത്തോണ്ട് പോവെങ്കിലും ബാങ്കിൽ ആരും തന്നെ ഇവർക്കത് ടേസ്റ്റ് ചെയ്യാൻ ഇതുവരെയായിട്ടും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അതൊന്ന് കുടിച്ചു നോക്കണം എന്ന് ഇവരുടെ വലിയൊരു ആഗ്രഹമാണ്. എന്നാൽ ഇതുവരെയായിട്ട് അത് സാധിച്ചിട്ടില്ല. എന്നും അതിലേക്ക് നോക്കി വെള്ളം ഇറക്കാനേ അവരെ കൊണ്ട് സാധിക്കുന്നുള്ളൂ. അങ്ങനെ ഇന്നത്തെ ദിവസവും അതിലേക്ക് തന്നെ അങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് ആ ബാങ്കിൽ ഒരു സ്റ്റാഫ് അങ്ങോട്ട് വരുന്നത്. അവൾ അങ്ങോട്ട് വന്നിട്ട് ആ സ്ത്രീനെ ഒന്ന് നോക്കി പഠിപ്പിക്കുമ്പോൾ അവരാണെങ്കിൽ ഒന്നും മിണ്ടാതെ അപ്പുറത്തേക്ക് പോവാണ്. ഈ സമയത്താണ് നമ്മുടെ ഹീറോ ആയ ഷിൻ അങ്ങോട്ട് വരുന്നത്. ഷിന്നിനെ കണ്ടതും അവരവരുടെ ആഗ്രഹം അവൻ്റെ അടുത്ത് പറഞ്ഞു. അതേക്കുമ്പോൾ അപ്പൊ നിങ്ങളുടെ ആവശ്യം ഒരു കോഫി കുടിക്കണം എന്നല്ലേ, ഇപ്പൊ ഞാൻ സാധിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവന്റെ റൂമിലേക്ക് ചെന്നിട്ട് അവിടുത്തെ മേശയുടെ വലിപ്പം ഉറക്കാണ്. അതിനകത്തും ഇഷ്ടം പോലെ ആ കോഫി പൗഡർ ഇരിക്കുന്നുണ്ട്. ഈ ഷിൻ അതൊക്കെ അടിച്ചു മാറ്റി വെച്ചിരിക്കുന്നതാണ്. അവൻ അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് ആ ലേഡിക്ക് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഷിന്നിന്റെ ഇന്നത്തെ ഷിഫ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഇപ്പൊ അടുത്ത ഷിഫ്റ്റിൽ കയറാൻ വേണ്ടി വേറൊരു സെക്യൂരിറ്റി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഡ്യൂട്ടി ഒക്കെ കൈമാറിയതിനു ശേഷം ഷിൻ അയാളുടെ വീട്ടിലേക്ക് പോവാണ്. എന്നാൽ പോകുന്ന വഴിക്കാണ് ഒരു ബഹളം കേൾക്കുന്നത്. അത് നമ്മൾ നേരത്തെ കണ്ട ആ സ്ത്രീയാണ്. ആ ബാങ്കിൽ ആ സ്റ്റാഫ് ഉണ്ടല്ലോ, അവളിപ്പോൾ ആ സ്ത്രീനെ ഇങ്ങനെ വല്ലാണ്ട് വഴക്ക് പറയാണ്. അതിന് കാരണം മറ്റൊന്നുമില്ല, ഷിന്ന് കുറെ കോഫി പൗഡർ അടിച്ചു മാറ്റി വെച്ചല്ലോ, അതേപോലെ തന്നെ ആ സ്ത്രീയും ഇന്ന് കുറെ എണ്ണം അടിച്ചു മാറ്റി. അത് അവള് പിടിക്കുകയും ചെയ്തു. അതിനാണ് അവളിങ്ങനെ ആ ലേഡിയെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഷിന്നും കേൾക്കുന്നുണ്ട്. അതിൽ ഇടപെട്ട് കഴിഞ്ഞാൽ തനിക്കും പണി കിട്ടും എന്ന കാര്യം ഷിന്നിന് അറിയാം. അതുകൊണ്ട് തന്നെ അവൻ നൈസായിട്ട് ഒന്നും മിണ്ടാതെ അവിടുന്ന് പോവാണ്.
അങ്ങനെ സമയം രാത്രി ഷിന്നിപ്പം ഒരു റെസ്റ്റോറന്റിന്റെ മുറ്റത്തിരുന്ന് ബിയർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് അയാൾക്ക് വല്ലാണ്ട് വയറുവേദന എടുക്കാൻ തുടങ്ങി. അത് നേരത്തെ അയാൾ ആ വെള്ളം കുടിച്ചല്ലോ അതിന്റെയാണ്. എന്നാൽ അയാൾക്ക് തീരെ സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അയാൾ ആ ടേബിളിലേക്ക് ഇങ്ങനെ തല താഴ്ത്തി കടന്നിട്ട് അയാളുടെ കൈ ഇങ്ങനെ പിടിച്ച് ഞെരിക്കുകയാണ്. അയാളുടെ കൈയുടെ തൊട്ടടുത്തായിട്ട് ഒരു പേപ്പർ ഗ്ലാസ് വെച്ചിട്ടുണ്ട്. അയാൾ കൈ പിടിച്ച് ഞെരിച്ചു കഴിഞ്ഞപ്പം ആ പേപ്പർ ഗ്ലാസും ചുളുങ്ങിപ്പോയി. മാത്രമല്ല ഇയാളുടെ കാലിലും ബലം പ്രയോഗിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് താഴെ വീണ് കിടക്കുന്ന സിഗരറ്റ് കുറ്റികളൊക്കെ ഇങ്ങനെ വായുവിലേക്ക് വരികയാണ്. അങ്ങനെ അയാൾ പിന്നെയും ബലം പ്രയോഗിക്കുമ്പോൾ അയാൾ ഇരിക്കുന്നതിന്റെ ചുറ്റുഭാഗത്തുള്ള കസേരകൾ മൊത്തം തെറിച്ചു പോവാണ്. എന്നാൽ കണ്ണടച്ച് കിടക്കുന്നുണ്ട് ഇതൊന്നും അയാൾ ശ്രദ്ധിച്ചിട്ടില്ല. അങ്ങനെ ആ കസേരകളൊക്കെ തെറിച്ചു പോയത് കാണുമ്പോൾ ആ റെസ്റ്റോറന്റിൽ ആള് പുറത്തേക്ക് വന്നു. അയാൾ വന്ന ഉടനെ തന്നെ ആ കസേരകളൊക്കെ ഇടിച്ച് തെറിപ്പിച്ചതിന് ഷിന്നിനെ വല്ലാണ്ട് വഴക്ക് പറയാണ്. അതിനെ തുടർന്ന് അയാൾ നേരെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. പക്ഷെ എന്താണ് അയാൾക്കിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം ഇതുവരെയായിട്ടൊക്കെ മനസ്സിലായിട്ടില്ല. അങ്ങനെ വീട്ടിലേക്ക് വന്നതിന് ശേഷം അയാൾ ഇപ്പോൾ അയാളുടെ ബെഡിൽ കിടക്കുകയാണ്. ഈ സമയത്താണ് അയാൾക്ക് സിഗരറ്റ് വലിക്കാൻ ഒരു പൂതി. അയാൾ ഒരു സിഗരറ്റ് എടുത്തിട്ട് ചുണ്ടിലേക്ക് വെച്ചു. എന്നാൽ അയാൾ നോക്കുമ്പോൾ ലൈറ്റർ കുറച്ച് അപ്പുറത്തായിട്ടാണ് കിടക്കുന്നത്. അവിടെ കിടന്നുകൊണ്ട് അയാൾക്ക് ആ ലൈറ്റർ എടുക്കാൻ പറ്റത്തില്ല. എങ്കിലും അയാൾ അവിടെ കിടന്നിട്ട് തന്നെ അത് എടുക്കാൻ വേണ്ടി ആ ലൈറ്ററിന്റെ അടുത്ത് ഇങ്ങനെ കൈ നീട്ടുകയാണ്. എന്നാൽ കൈ നീട്ടി കഴിയുമ്പോഴാണ് ആ ലൈറ്റർ തെറിച്ചിട്ട് അയാളെ കയ്യിലേക്ക് വരുന്നത്. അത് കാണുമ്പോൾ അയാൾക്ക് ശരിക്കും അത്ഭുതമായി. എന്നാൽ ഈ സമയത്താണ് അയാൾക്കൊരു കോള് വരുന്നത്. അത് റൂമിയായിരുന്നു. അച്ഛൻ അവളെ ഉപേക്ഷിച്ച് പോകുന്നതിന് ശേഷം ഇതുവരെയായിട്ടും അവൾ അച്ഛനെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. അവൾക്ക് ഇപ്പോഴും അച്ഛനോട് ദേഷ്യം തന്നെയാണ്. എന്നാൽ ഇപ്പൊ അമ്മ മരിച്ചു പോയല്ലോ. അമ്മയുടെ ഫോണിൽ നിന്നാണ് അവൾക്ക് ഇയാളുടെ നമ്പർ കിട്ടിയത്. ഇപ്പൊ അമ്മ മരിച്ച വിവരം അറിയിക്കാനാണ് അവൾ ഇപ്പോൾ അയാളെ വിളിച്ചിരിക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഷിൻ റൂമിയുടെ അടുത്തേക്ക് പോവാണ്. ഈ സമയം അയാൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഫ്യൂണറലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പൊ അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരൊക്കെ അവിടെ നിന്ന് പിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടേക്ക് എത്തിയതിനു ശേഷം റുമിയും ഷിന്നും കൂടെ അവിടെ ഇരുന്നിട്ട് കുറച്ച് സമയം കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പക്ഷെ എങ്ങനെയാണ് അവളുടെ അമ്മ മരിച്ചു പോയത് എന്ന കാര്യം മാത്രം അവൾ ഇതുവരെയായിട്ടും പറഞ്ഞിട്ടില്ല. അതിന്റെ ഒന്നാമത്തെ കാരണം അവൾക്ക് ഇപ്പോഴും അവളുടെ അച്ഛൻ്റെ അടുത്ത് ഭയങ്കര ദേഷ്യമാണ്. അവൾക്ക് എങ്ങനെയാണ് അയാളുടെ നമ്പർ കിട്ടിയത്, എന്തിനാണ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എന്ന കാര്യം മാത്രമാണ് അവളിപ്പോൾ അയാളുടെ അടുത്ത് പറയുന്നത്. എന്നാൽ അവരവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കുറച്ച് അപ്പുറം നിന്നൊരു ബഹളം കേൾക്കുന്നത്. അവൾ അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ അത് ആ ഗുണ്ടകളായിരുന്നു. ഇത്തവണ അവരുടെ കൂടെ അവരുടെ നേതാവും വന്നിട്ടുണ്ട്. ഈ നേതാവിന്റെ പേര് കിം എന്നാണ്. അവരങ്ങോട്ട് വന്ന് കാണുമ്പം റുമിക്ക് ശരിക്കും ദേഷ്യം വന്നു. നിങ്ങളോട് ആരാണ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? നിങ്ങൾക്ക് എല്ലാവർക്കുള്ള പണി ഞാൻ തരുന്നുണ്ട്. നമുക്ക് ഉടനെ തന്നെ കോടതിയിൽ വെച്ച് കാണാം എന്നാണ് റൂമി ഇപ്പൊ കിമ്മിന്റെ അടുത്ത് പറയുന്നത്. അതേക്കുന്ന കിമ്മിനും ദേഷ്യം വന്നു. അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്റെ അമ്മ വണ്ടിയിൽ നിന്ന് വീണ് മരിച്ചതല്ലേ, അല്ലാതെ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെന്തിനാണ് നീ ഞങ്ങൾക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നത് എന്നൊക്കെയാണ് കിം ചോദിക്കുന്നത്. അയാളുടെ ആ ചോദ്യം കേൾക്കുമ്പോൾ റുമിയുടെ ദേഷ്യം കൂടി. അങ്ങനെ അവര് തമ്മിൽ അവിടെ ഒരു ഉന്തും തള്ളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് റുമിയുടെ വക്കീൽ അങ്ങോട്ട് വരുന്നത്. ഇവനൊരു ചെറുപ്പക്കാരനാണ്. ഇവന്റെ പേര് ഹ്യൂൻ എന്നാണ്. ഇവന് റുമിയോടൊരു ഇഷ്ടമുണ്ട്. മാത്രമല്ല അവൻ വക്കീലായിട്ട് പ്രാക്ടീസ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് റുമിയുടെ ഈ ഒരു കേസ് അവൻ ഇങ്ങോട്ട് വന്നേറ്റതാണ്. അങ്ങനെ ആ ഉന്തും തള്ളിന്റെ ഇടയിൽ അവൻ ഇടപെട്ടിട്ട് ആ കിമ്മിനെയും കൂട്ടി അവിടുന്ന് പറഞ്ഞുവിടാണ്. ഇതെല്ലാം അപ്പുറത്ത് നിന്നിട്ട് ഷിന്നും കാണുന്നുണ്ട്. എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന കാര്യത്തിലാക്കി ഇതുവരെയായിട്ട് ഒരു ഐഡിയ കിട്ടിയിട്ടില്ല. അങ്ങനെ അന്ന് രാത്രിയായി കഴിഞ്ഞപ്പം അയാൾ കാര്യങ്ങളൊക്കെ വക്കീലായ ഹ്യൂവിന്റെ അടുത്ത് ചോദിച്ചു. അതിനെ തുടർന്ന് ഹ്യൂൻ ഉടനെ തന്നെ അയാളെയും വിളിച്ചുകൊണ്ട് പോകുന്നത് റുമിയുടെ റെസ്റ്റോറന്റിലേക്കാണ്. അവിടെ ചെന്നിട്ട് അവിടെ ഉണ്ടായ നാശനഷ്ടങ്ങളൊക്കെ കാണിച്ചു കൊടുത്തതിന് ശേഷം അവിടെ നടന്ന മുഴുവൻ പ്രശ്നങ്ങളെക്കുറിച്ചും വക്കീൽ ഇപ്പൊ ഷിന്നിന്റെ അടുത്ത് പറയാണ്. അവൻ ആ പറയുന്നൊക്കെ കേൾക്കുമ്പോൾ തന്റെ മകളിപ്പോ വലിയൊരു ടീമിനോടാണ് കോർത്തിരിക്കുന്നത് എന്ന കാര്യമൊക്കെ മനസ്സിലായി. അതുകൊണ്ട് തന്നെ അയാൾ വക്കീലിന്റെ അടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ മകൾ തീരെ ചെറിയ പ്രായമാണ്. നീ വെറുതെ ഈ കേസ് ഏറ്റെടുത്തിട്ട് അവളെ അപകടത്തിലേക്കൊന്നും പിടിച്ച് വലിച്ചേക്കരുത്. അവൾക്ക് മറ്റാരും ഇല്ലാത്തതാണ്. അത് നല്ല ഓർമ്മ വേണം നിനക്ക് എന്ന് പറഞ്ഞിട്ട് ഷിൻ അവിടെ നിന്ന് തിരിച്ചു പോവാണ്. പോകുന്ന വഴിക്ക് മകളെ കുറിച്ച് ഓർത്ത് അയാൾക്ക് വല്ലാത്തൊരു സങ്കടമുണ്ട്. ഈ സമയം അയാൾ ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടിലേക്ക് വെച്ചു. എന്നാൽ സിഗരറ്റ് എടുത്തിട്ട് ചുണ്ടിലേക്ക് വെച്ച് കഴിഞ്ഞപ്പം അയാളുടെ മകളുടെ മുഖമാണ് അയാളുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്നത്. ഈ സമയം അയാൾക്ക് വല്ലാത്ത വിഷമവും ആ കമ്പനിയോട് വല്ലാത്തൊരു ദേഷ്യം വരാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ അയാളുടെ ചുണ്ടിൽ നിന്ന് സിഗരറ്റ് എടുത്തിട്ട് ശക്തിയായിട്ട് ഒരൊറ്റ ഏറ് കൊടുക്കുകയാണ്. എന്നാൽ അയാൾ നിൽക്കുന്നതിന്റെ കുറച്ച് അപ്പുറത്തായിട്ട് കുറെ വേസ്റ്റുകൾ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട്. അയാൾ ആ എറിഞ്ഞ ശക്തിയിൽ ആ വേസ്റ്റുകൾ മൊത്തം തെറിച്ചു പോവാണ്. അത് കണ്ട് അയാൾ ശരിക്കും ഞെട്ടിപ്പോയി. അപ്പൊ തനിക്ക് എന്തോ ഒരു കഴിവുണ്ട് എന്ന കാര്യമൊക്കെ മനസ്സിലായി. അങ്ങനെ പെട്ടെന്ന് തന്നെ അയാളുടെ വീട്ടിലേക്ക് തിരിച്ചെത്തി. അതിനുശേഷം തന്റെ കഴിവുകൾ എന്താണ് എന്നൊക്കെ അയാൾ ചെക്ക് ചെയ്യാൻ തുടങ്ങി. അതിനുവേണ്ടി അയാളുടെ റൂമിന്റെ നടുവിലേക്ക് ഇരുന്നിട്ട് അയാളുടെ കൈ ഇങ്ങനെ ഉയർത്താണ്. അതോടുകൂടി അയാളുടെ ചുറ്റും ഉണ്ടായിരുന്ന ബിയർ ബോട്ടിലും മറ്റു കാര്യങ്ങളൊക്കെ വായുവിലേക്ക് ഇങ്ങനെ വരാൻ തുടങ്ങി. അപ്പൊ താൻ മനസ്സുകൊണ്ട് വിചാരിച്ചു കഴിഞ്ഞാൽ എന്ത് സാധനത്തിനെ അനക്കാൻ പറ്റും എന്ന കാര്യമൊക്കെ മനസ്സിലായി. മാത്രമല്ല എന്ത് സാധനത്തിനെയും അയാൾക്ക് മനസ്സുകൊണ്ട് കൺട്രോൾ ചെയ്തിട്ട് എവിടെയും കൊണ്ടിടാനും പറ്റും. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഷിന്ന് നേരെ പോകുന്നത് അയാളുടെ മകളെ കാണാൻ വേണ്ടിയിട്ടാണ്. ഈ സമയം അയാൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ മകളും ബാക്കിയുള്ളവരെല്ലാവരും കൂടി ചേർന്നിട്ട് ആ കടയിലിരുന്ന് ഒരു ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി എങ്ങനെ ആ ഗുണ്ടകൾ അവരെ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ തിരിച്ച് ഫൈറ്റ് ചെയ്യണം എന്നാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിനുവേണ്ടി കുറച്ച് പെട്രോൾ ബോംബുകളൊക്കെ സെറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് അവരിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതെല്ലാം കേൾക്കുമ്പോൾ ഷിൻ അതിന് സമ്മതിക്കുന്നില്ല. നിങ്ങൾ എന്തിനുള്ള പുറപ്പാടാണ്? എന്റെ മകളെ കൂടെ നിങ്ങൾ അകത്താക്കാനുള്ള പരിപാടിയാണോ എന്നാണ് അയാൾ ചോദിക്കുന്നത്. എന്നാൽ അയാളുടെ ആ ചോദ്യം ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾ ആരാണ് ഇതിലിടപെടാൻ എന്നാണ് അവർ ചോദിക്കുന്നത്. എന്നാൽ ഷിന്നും വിട്ടുകൊടുക്കുന്നില്ല. ഞാൻ എന്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് എന്നാണ് അയാൾ പറയുന്നത്. അവസാനം അവര് തമ്മിൽ വഴക്കായി.
ഇതെല്ലാം കാണുമ്പോൾ റൂമിക്ക് ശരിക്കും ദേഷ്യമാണ് വരുന്നത്. അവളിപ്പം അവളുടെ അച്ഛനെ വല്ലാണ്ട് വഴക്ക് പറയാണ്. ഇത്രയും കാലം നിങ്ങൾ എന്റെ കാര്യം നോക്കിയിട്ടില്ലല്ലോ, പക്ഷെ ഇവരെല്ലാവരും എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇവര് പറഞ്ഞത് ഞാൻ കേൾക്കത്തുള്ളൂ, നിങ്ങൾ ഇവിടുന്ന് പോകാൻ നോക്ക് എന്നാണ് റൂമി പറയുന്നത്. അത് കേൾക്കുമ്പോൾ ഷിന്നിന് ശരിക്കും സങ്കടമായി. അപ്പം തന്നെ അയാൾ അവിടുന്ന് ഇറങ്ങി പോവാണ്. അങ്ങനെ ഷിൻ അടുത്തതായിട്ട് പോകുന്നത് ഒരു മാജിക്കാരന്റെ അടുത്തേക്കാണ്. ഈ മാജിക്കാരൻ അവിടെയുള്ള ഒരു ബാറിൽ മാജിക് കാണിക്കുന്നുണ്ട്. മാത്രമല്ല ഇഷ്ടം പോലെ കാശുകൾ സമ്പാദിക്കുന്നുണ്ട്. എന്നാൽ അയാൾ കാണിക്കുന്നത് വെറും മാജിക് ആണ്. പക്ഷെ ഷിന്നിന് അങ്ങനെയല്ലല്ലോ. അതുകൊണ്ട് എന്തുകൊണ്ട് തനിക്കും തന്റെ പവർ വെച്ചിട്ട് മാജിക് കാണിച്ചൂടാ എന്നാണ് ഷിൻ ചിന്തിക്കുന്നത്. അതിനുവേണ്ടി ഈ മാജിക്കാരന്റെ കൂടെ കൂട്ടുമെന്ന് അറിയാനാണ് ഷിൻ ഇപ്പം അയാളെ കാണാൻ വന്നിരിക്കുന്നത്. അങ്ങനെ ആ മാജിക്കാരനോട് സംസാരിച്ചതിന് ശേഷം ഷിൻ ഇപ്പം അവന്റെ പവർ അയക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അതായത് അവനിങ്ങനെ കൈ ഉയർത്തുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ആസ്ട്ര ഇങ്ങനെ വായുവിലേക്ക് വരാൻ തുടങ്ങി. ഇത് കാണുമ്പോൾ മാജിക്കാരന് ശരിക്കും അത്ഭുതമായി. നീ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, എന്താണ് ഇതിന്റെ ട്രിക്ക് എന്നാണ് മാജിക്കാരൻ ചോദിക്കുന്നത്. അതേക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ സാർ, ഒരു മാജിക്കാരനും അവന്റെ യഥാർത്ഥ രഹസ്യം ആർക്കും പറഞ്ഞു കൊടുക്കത്തില്ല. അതുകൊണ്ട് ഇതും എനിക്ക് പറഞ്ഞുതരാൻ പറ്റത്തില്ല എന്നാണ് ഷിൻ പറയുന്നത്. അവൻ അങ്ങനെ പറഞ്ഞെങ്കിലും അവന്റെ ആ കഴിവില് ആ മാജിക്കാരൻ ഇംപ്രസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ അയാൾ അവനെ ജോലിക്ക് എടുക്കുകയും ചെയ്തു. അങ്ങനെ ജോലിയൊക്കെ കിട്ടി വളരെ സന്തോഷത്തിലാണ് ഷിൻ വീട്ടിലേക്ക് പോകുന്നത്. ഇതേസമയം തന്നെ റൂമിയും അവളുടെ വക്കീലും കൂടെ നമ്മുടെ ഹ്യൂൻ വക്കീലിന്റെ ഒരു പ്രോസിക്യൂട്ടർ കാണാൻ വന്നിരിക്കുകയാണ്. കുറെ സമയമായിട്ട് അവർ അയാളെയും വെയിറ്റ് ചെയ്തുകൊണ്ട് ഒരു റെസ്റ്റോറന്റിൽ ഇരിക്കുകയായിരുന്നു. അങ്ങനെ അയാൾ ഇപ്പോൾ അവരുടെ അടുത്തേക്ക് എത്തി. എന്നാൽ അവർ വിചാരിച്ച പോലെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം പറയാനല്ല അയാൾ അങ്ങോട്ട് വന്നിരിക്കുന്നത്, മറിച്ച് ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അയാളെ കൊണ്ടാവുന്ന രീതിയിൽ അയാൾ ശ്രമിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൊണ്ടൊന്നും ഈ ടേസാൻ കമ്പനിയിലെ ആൾക്കാരെ കൊടുക്കാൻ പറ്റത്തില്ല. ഈ റൂമിയുടെ അമ്മയെ കൊന്നത് ഇവരാണെന്ന് തെളിയിക്കുന്ന വ്യക്തമായിട്ടുള്ള തെളിവുകൾ വേണം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ കാര്യം നടക്കത്തുള്ളൂ എന്നാണ് പ്രോസിക്യൂട്ടർ പറയുന്നത്. അയാൾ അത് പറഞ്ഞു കഴിയുമ്പം ഹ്യൂൻ വക്കീൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ ചില തെളിവുകൾ ഞാൻ സംഘടിപ്പിക്കാം. റുമിയുടെ അമ്മ മരിച്ച സമയത്ത് അവിടെ ഒരു കാർ ഉണ്ടായിരുന്നു. ആ കാറിൽ ഡാഷ് ക്യാമറ ഉണ്ട്. അതിലെന്തായാലും ആ കൊലപാതക ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ടാവും. അത് ഞാൻ എടുത്തോണ്ട് വരാം എന്നാണ് ഹ്യൂൻ വക്കീൽ പറയുന്നത്. അതേക്കുമ്പോൾ അങ്ങനെ ഒരു തെളിവുണ്ടായിട്ടും ഇത്ര സമയമായിട്ട് നീ അത് എടുത്തില്ലേ, എങ്കിൽ നീ ഇപ്പം ഇനി അത് എടുക്കാൻ പോകണ്ട, അവന്മാരത് എപ്പോഴേ എടുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് നീ ഇനി വേറെ എന്തെങ്കിലും തെളിവ് കിട്ടുമോ നോക്ക് എന്നാണ് പ്രോസിക്യൂട്ടർ പറയുന്നത്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ഷിൻ ഇപ്പം വീണ്ടും റൂമിയെ കാണാൻ വേണ്ടി അവളുടെ കടയിലേക്ക് വന്നിരിക്കുകയാണ്. അയാളിപ്പം അവളെ ഒരു റൂമിലേക്ക് വിളിച്ചോണ്ട് പോയിട്ട് ചില കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. ആ കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുമ്പ് അയാൾ അയാളുടെ പവർ അവൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് അയാൾ ഒരു ടൈ എടുത്തിട്ട് അയാളുടെ പവർ ഉപയോഗിച്ച് അതിനിങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പിടിച്ചു. ആ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തതിന് ശേഷം അയാൾ ഇപ്പോൾ അവളോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിപ്പോൾ ഒരു മാജിക് കമ്പനിയിൽ ജോലി ഇട്ടിട്ടുണ്ട്. ഇത് വെച്ചിട്ട് എനിക്ക് ഇഷ്ടം പോലെ കാശ് സമ്പാദിക്കാൻ പറ്റും. അതുകൊണ്ട് നീ വേണ്ടാത്ത പരിപാടിക്കൊന്നും പോകാൻ നിൽക്കണ്ട, നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ എന്റെ കൂടെ പോരെ എന്നാണ് ഷിൻ പറയുന്നത്. എന്നാൽ അയാൾ കാണിച്ച ആ മാജിക്കും അയാൾ പറയുന്ന ഡയലോഗൊക്കെ കേൾക്കുമ്പോൾ അവൾക്ക് ശരിക്കും ദേഷ്യമാണ് വരുന്നത്. അപ്പൊ നിങ്ങൾ എന്നെ അമ്മയെ ഉപേക്ഷിച്ച് പോയത് ഈ മാജിക് പഠിക്കാനാണോ എന്നാണ് അവളുടെ ചോദ്യം. അത് കേൾക്കുമ്പോൾ ഷിന്നിന് ദേഷ്യം വന്നു. അല്ല, നീ എന്തറിഞ്ഞിട്ടാണ് ഈ സംസാരിക്കുന്നത്? ഞാൻ നിന്നെയും നിന്റെ അമ്മേനെയും ഉപേക്ഷിച്ച് പോയത് എന്തുകൊണ്ടാണ് എന്ന കാര്യം നിനക്കറിയോ? ആ സമയത്ത് എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി ഒരുപാട് പൈസയ്ക്ക് ജാമ്യം നിന്നു. അവനാണെങ്കിൽ മുങ്ങി. അതോടുകൂടെ ആ പൈസയുടെ ബാധ്യത മൊത്തം എന്റെ തലയിലേക്ക് വന്നു. ഞാൻ നിങ്ങളുടെ കൂടെ നിന്നിരുന്നെങ്കിൽ ആ ബാധ്യത നിങ്ങൾക്കും വരുമായിരുന്നു. അതില്ലാതാക്കാനാണ് ഞാൻ നിന്റെ അമ്മേനെ ഡിവോഴ്സ് ചെയ്തത്. എന്തുകൊണ്ടും നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ആ കാര്യങ്ങളൊക്കെ അന്ന് ഞാൻ ചെയ്തത്. ആ കാര്യം നീ മനസ്സിലാക്കണം എന്നൊക്കെയാണ് അയാൾ ഇങ്ങനെ ദേഷ്യത്തോട് പറയുന്നത്. എന്നാൽ അതുകൊണ്ടൊന്നും റൂമിയെ കൺവിൻസ് ചെയ്യാൻ അയാളെ കൊണ്ട് പറ്റുന്നില്ല. കാരണം അതിനേക്കാളൊക്കെ എത്രയോ വലുതാണ് അവൾക്ക് ആ കട. ആ കട എനിക്ക് എന്തായാലും വീണ്ടെടുക്കണം. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ എനിക്ക് നിങ്ങളുടെ കൂടെ വരാനും പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അങ്ങനെ പിന്നെയും വളരെ നിരാശയോടെയാണ് അയാൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. അങ്ങനെ വളരെ സങ്കടത്തോടെ ആ റോഡിലൂടെ നടക്കുമ്പോഴാണ് അയാൾ ഒരു കാര്യം കാണുന്നത്. അത് ആ ടേസാൻ കമ്പനിയിലെ ആ കിമ്മും കൂട്ടിനുമായിരുന്നു. അവരെല്ലാവരും കൂടെ അവരുടെ വണ്ടി കൊടുത്തിട്ട് ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോവാണ്. ആ ധൃതി പിടിച്ചിട്ടുള്ള അമ്മമാരുടെ പോക്ക് കണ്ടിട്ട് അത് റുമിയുടെ കടയിലേക്കുള്ള പോക്കാണ് എന്ന കാര്യം ഷിന്നിന് മനസ്സിലായി. ഈ സമയം തന്നെ റുമിയും കൂട്ടരും അവരുടെ കടയിൽ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ആ കിമ്മും കൂട്ടരും അങ്ങോട്ട് വരുന്നുണ്ട് എന്ന കാര്യം അവർ അറിയുന്നത്. അതുകൊണ്ട് തന്നെ അവരെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി അവർ കയ്യിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ച് അവിടെ ഒരു മതിൽ പോലെ ഇങ്ങനെ കെട്ടുകയാണ്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് ആ കിമ്മ അയാളുടെ ഗുണ്ടകൾ അങ്ങോട്ട് വരുന്നത്. വന്ന ഉടനെ തന്നെ അവന്മാർ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ സാധനങ്ങളും തല്ലിപ്പൊളിച്ചു. അതിനുശേഷം അവന്മാരെല്ലാവരും അവിടെ നിന്ന് ഇറക്കി വിടാൻ ശ്രമിക്കുകയാണ്. ഈ സമയത്താണ് ഷിൻ അങ്ങോട്ട് ഓടി വരുന്നത്. അയാൾ ആ കടയിലേക്ക് കയറി വരുന്ന കാണുമ്പോൾ 2-3 ആൾക്കാർ വന്നിട്ട് ഷിന്നിനെ അവിടുന്ന് പിടിച്ചു മാറ്റുകയാണ്. എന്നാൽ ഷിന്നും വിട്ടുകൊടുക്കുന്നില്ല. അയാളും അവരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ ഫൈറ്റിനിടയിൽ അയാൾ ജസ്റ്റ് അവന്മാരൊന്ന് തൊട്ടതേ ഉള്ളൂ. അതോടുകൂടെ അവന്മാരെല്ലാവരും അവിടെ നിന്ന് തെറിച്ചു പോവാണ്. അതിൽ നിന്നും തന്റെ പവർ വെച്ചിട്ട് ഇവന്മാരെല്ലാവരെയും കീഴ്പ്പെടുത്താൻ പറ്റും എന്ന കാര്യം ഷിന്നിന് മനസ്സിലായി. അങ്ങനെ പെട്ടെന്ന് തന്നെ ഷിന്ന് ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് എത്തി. അതിനുശേഷം അവർക്ക് നേരെ ഇങ്ങനെ കൈ വീശാണ്. ഓരോ തവണ അയാൾ കൈ വീശുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആൾക്കാരും വളരെ ദൂരേക്ക് തെറിച്ചു വീഴാണ്. ഇതെല്ലാം കാണുമ്പോൾ എല്ലാവർക്കും ശരിക്കും അത്ഭുതമായി. അങ്ങനെ ഷിൻ പെട്ടെന്ന് ചെന്നിട്ട് അവിടെ വീണ് കിടക്കുന്ന റുമയും കൂട്ടി എഴുന്നേപ്പിച്ചു. ഈ സമയത്താണ് ആ ഗുണ്ടകളുടെ കൂട്ടത്തിൽ ഒരുത്തൻ ഷിന്നിനെ അടിക്കാൻ വേണ്ടി വരുന്നത്. എന്നാൽ അത് കാണുമ്പോൾ ഷിൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ കൈ ഇങ്ങനെ ഉയർത്താണ്. അതോടുകൂടെ ആ ഗുണ്ടയും വായുവിലേക്ക് വരാൻ തുടങ്ങി. എന്നാൽ ഈ സമയം കിമ്മിന്റെ കൂടെ എടുത്ത് നിൽക്കുന്നുണ്ട്. അവന്റെ കയ്യിൽ ഒരു ക്യാമറയും. ഇപ്പൊ ഷിൻ ഇത്രയും സമയമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും അയാളുടെ ക്യാമറയിൽ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് റുമിയുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ലേഡി ചെന്നിട്ട് 2 പോലീസുകാർ അങ്ങോട്ട് വിളിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ പോലീസുകാർ പെട്ടെന്ന് തന്നെ എല്ലാവരും കൂട്ടി നേരെ സ്റ്റേഷനിലേക്ക് പോവാണ്.
അങ്ങനെ സ്റ്റേഷനിലേക്ക് എത്തിക്കഴിയുമ്പം 2 ടീമുകളും പിന്നെയും പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. റൂമി ഇപ്പം അവരുടെ ടീമിന് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് കിമ്മും കൂട്ടരുമാണ് അവരെ അറ്റാക്ക് ചെയ്യാൻ വന്നതെന്ന്. എന്നാൽ കിമ്മും വിട്ടുകൊടുക്കുന്നില്ല. ഈ റൂമിയുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരുത്തൻ ഞങ്ങളെല്ലാവരും ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു എന്നാണ് കിം പറയുന്നത്. എന്നാൽ പോലീസുകാരനാണെങ്കിൽ ഇവരിൽ ആര് പറയുന്നതാണ് വിശ്വസിക്കേണ്ടത് എന്നൊരു എത്തുംപിടിയും കിട്ടുന്നില്ല. അയാൾ വിശ്വസിക്കുന്നില്ല എന്ന് കാണുമ്പോൾ കിം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ അയാൾ വീഡിയോ ഷൂട്ട് ചെയ്തല്ലോ, ആ വീഡിയോസ് ഒക്കെ ആ പോലീസുകാരന് കാണിച്ചു കൊടുക്കുകയാണ്. പോലീസുകാരൻ നോക്കുമ്പോൾ എന്താ കാണുന്നത്, ഒരാളിങ്ങനെ കൈ വീശുമ്പോൾ ബാക്കി എല്ലാവരും തെറിച്ചു പോകുന്നു. അതുകൊണ്ട് ആ വീഡിയോ ഫേക്ക് ആണ് എന്നാണ് ആ പോലീസുകാരൻ വിചാരിച്ചത്. ആ തെളിവ് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് തെളിവില്ലാന്നും പറഞ്ഞിട്ട് അയാൾ 2 ടീമിനെയും ആ സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞുവിടുകയാണ്. അങ്ങനെ ഒരു പ്രശ്നമില്ലാതെ സ്റ്റേഷനിൽ നിന്ന് ഊരി പോകുന്നതുകൊണ്ട് റൂമിയുടെ കൂട്ടത്തിലുള്ള എല്ലാവർക്കും സന്തോഷമായി. ആ ഗുണ്ടകളെയൊക്കെ ഒറ്റയ്ക്ക് നേരിട്ടുകൊണ്ട് ഷിന്നിനെ ഇപ്പോൾ ഒരു ഹീറോ ആയിട്ടാണ് അവന്മാരെല്ലാവരും കാണുന്നത്. അതുകൊണ്ട് തന്നെ അയാൾക്ക് ശരിക്കും സന്തോഷമായി. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ആ കിമ്മിന്റെ കുറച്ച് ഗുണ്ടകൾ ഇപ്പോഴും ആ പരിസരത്തൊക്കെ തന്നെ നിൽക്കുന്നുണ്ട്. അവരവിടെ ഇരുന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അത്ഭുതപ്പെടുന്ന ഒരു കാഴ്ച അവർ കാണുന്നത്. വായുവിലൂടെ കുറെ സ്ക്രാപ്പുകൾ ഇങ്ങനെ പറന്നു പോവാണ്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന കാര്യം അവർക്ക് മനസ്സിലാവുന്നില്ല. അത് തന്നെ അവന്മാരിങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് മറ്റൊരു കാര്യം സംഭവിക്കുന്നത്. അവർ വന്ന വാൻ അവിടെ കിടക്കുന്നുണ്ട്. അതിപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ മൂവ് ആവാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പം അതും മുകളിലേക്ക് പറന്നു പോവാണ്. ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നിട്ട് ഷിന്നാണ്. അവന്റെ കൂടെ റൂമിയുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആൾക്കാർ നിൽക്കുന്നുണ്ട്. അയാളുടെ പവർ വെച്ചിട്ട് ആ സ്ക്രാപ്പുകൾ മൊത്തം അവരുടെ കടയുടെ മുമ്പിലേക്ക് ആക്കുകയാണ്. എന്നിട്ട് ആ സ്ക്രാപ്പുകൾ വെച്ചിട്ട് അയാൾ അവിടെ ഒരു മതിൽ തന്നെ പണിതു. ഇനിയിപ്പം ആ ഗുണ്ടകൾക്ക് അങ്ങനെ ഈസി ആയിട്ട് അപ്പുറത്തേക്ക് വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ റൂമിയുടെ കൂട്ടത്തിലുള്ള ആൾക്കാർക്ക് മൊത്തം സന്തോഷമായി. അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞിട്ട് അവരെല്ലാവരും തിരിച്ച് താഴേക്ക് നടക്കുകയാണ്. ഈ സമയത്താണ് നമ്മുടെ വക്കീൽ ഒരു കാര്യം ഷിന്നിന്റെ ചോദിക്കുന്നത്. അല്ല, നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ കഴിവ് കിട്ടിയത് എന്നാണ് അവന്റെ ചോദ്യം. അതേക്കുമ്പം എങ്ങനെയാണ് കിട്ടിയതെന്ന് എനിക്ക് അറിയത്തില്ല, ഒരു സുപ്രഭാതത്തിൽ എനിക്ക് കിട്ടിയതാണിത്. പക്ഷെ എനിക്ക് തോന്നുന്നത് റുമിയെ രക്ഷിക്കാൻ വേണ്ടി റുമിയുടെ അമ്മ തന്നെ എനിക്ക് തന്ന കഴിവാണിത് എന്നാണ് ഷിൻ പറയുന്നത്. ഇതേ സമയം തന്നെ ആ കിമ്മും കൂട്ടിയൊരു ചർച്ചയിലാണ്. എങ്ങനെ ഈ കേസ് ജയിക്കാം എന്നതിനെ കുറിച്ചാണ് അവരിങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് കിമ്മിന്റെ കുറച്ച് ഗുണ്ടകൾ അങ്ങോട്ട് വരുന്നത്. അവരെല്ലാവരും നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്. മാത്രമല്ല അവരിങ്ങനെ കരയാണ്. ഞങ്ങൾക്ക് ഇനി വർക്ക് ചെയ്യാൻ വയ്യ, ഇടി കൊണ്ട് ഞങ്ങൾ മടുത്തു, അയാൾക്ക് എന്തൊക്കെയോ കഴിവുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഇതിൽ നിന്ന് ഒഴിവാക്കിയേക്ക് എന്നാണ് ആ ഗുണ്ടകൾ പറയുന്നത്. അതേക്കുന്ന കിമ്മാണെങ്കിൽ അവരെങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ തന്നെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുകയാണ്. അതിനിടയിലാണ് കിമ്മിനൊരു കോള് വരുന്നത്. അത് കിമ്മിന്റെ ബോസ് ആണ്, അതായത് ആ ടേസാൻ കമ്പനിയുടെ ഡയറക്ടർ. അതൊരു ലേഡിയാണ്. അവളിപ്പോ അവനോട് പറയുന്നത്, നീ ഞാനും തമ്മിൽ നാളെ ഒരു മീറ്റിംഗ് ഉണ്ട്, അതുകൊണ്ട് ലഞ്ച് സമയമാകുമ്പോൾ നീ നമ്മുടെ ഓഫീസിലേക്ക് വന്നേക്ക് എന്നാണ് ആ ലേഡി പറയുന്നത്. കിം ആണെങ്കിൽ അത് സമ്മതിക്കുകയും ചെയ്തു. ഇതേ സമയം തന്നെ റൂമിയും ആ വക്കീലും കൂടെ അവരവിടെ കെട്ടിപ്പോക്കിയ സ്ക്രാപ്പുകൾക്ക് മുകളിലാണ്. ഇപ്പോഴാണ് റൂമി ആ കാര്യങ്ങളൊക്കെ കാണുന്നത്. അതെല്ലാം ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇനി അവന്മാർക്ക് ഇതിലെ അകത്തേക്ക് കയറാൻ പറ്റത്തില്ല എന്നൊക്കെ അവൾക്ക് മനസ്സിലായി. ഇപ്പൊ ഇത്രയൊക്കെ അവൾക്ക് വേണ്ടി ചെയ്തത് അവളുടെ അച്ഛനാണല്ലോ. അതുകൊണ്ട് തന്നെ അവളുടെ അച്ഛനോട് അവൾക്കിപ്പോൾ വല്ലാത്തൊരു ഇഷ്ടവും തോന്നുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഒരു ചാനലിന്റെ ആൾക്കാർ ഇപ്പൊ റൂമിയുടെ ഇന്റർവ്യൂ എടുക്കാൻ വന്നിരിക്കുകയാണ്. അവിടെ നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ് അവളിപ്പോൾ ആ ഇന്റർവ്യൂവിൽ പറയുന്നത്. ഈ ഇന്റർവ്യൂ എങ്ങാനും TV ചാനലിൽ വരികയാണെങ്കിൽ അത് ഈ കേസിന് അവൾക്ക് നല്ലപോലെ ഗുണം ചെയ്യും. അതുകൊണ്ടാണ് അവളിപ്പോൾ ആ ഇന്റർവ്യൂ എടുത്തത്. അങ്ങനെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവൾ അവളുടെ അച്ഛനെയും വിളിച്ചുകൊണ്ട് ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാണ്. അവൾക്ക് അച്ഛനോട് ഒറ്റയ്ക്കൊന്ന് സംസാരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് വേറെ ആരെയും കൂട്ടാതെ അവൾ അച്ഛനെ മാത്രം വിളിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. അങ്ങനെ അവിടേക്ക് എത്തിയതിനു ശേഷം അവളിപ്പോൾ അവളുടെ അച്ഛനോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ ഈ പവർ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ ശരീരം വല്ലാണ്ട് സ്ട്രെയിൻ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളൊരു ഡോക്ടറെ കാണുന്നത് നല്ലതായിരിക്കും എന്നാണ് അവൾ പറയുന്നത്. അവൾ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അപ്പൊ തന്റെ മകൾക്ക് തന്നോട് ഇഷ്ടം തോന്നുന്നുണ്ട് എന്ന കാര്യമൊക്കെ മനസ്സിലായി. അതുകൊണ്ട് അയാൾ ഒന്നും മിണ്ടാതെ അവൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ കിം ആണെങ്കിൽ അവന്റെ ബോസിന്റെ ഓഫീസിലിരിക്കുകയാണ് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. ഈ സമയം അവന്റെ ബോസായ ആ ലേഡി അങ്ങോട്ട് വന്നു. ഇവളുടെ പേര് മിൻ എന്നാണ്. എന്നാൽ അവൾ അവനെ അങ്ങോട്ട് വിളിച്ചു വരുത്തിയത് ഭക്ഷണം കൊടുക്കാനല്ല, മറിച്ച് അവന് നല്ലൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി അവൾ അവളുടെ കുറച്ച് ആൾക്കാരെ അങ്ങോട്ട് വിളിച്ചു. അതിനെ തുടർന്ന് അവന്മാരെല്ലാവരും കൂടെ കിമ്മിനെ ശരിക്കും ഇട്ടിരിക്കുകയാണ്. അങ്ങനെ അവൻ ഇടിച്ചൊരു പരവുമാക്കിയതിനു ശേഷം മിന്നിപ്പം അയാളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. ഇപ്പൊ നിനക്ക് ഇടി കിട്ടിയത് എന്തിനാണ് എന്ന കാര്യം നിനക്ക് മനസ്സിലായി കാണുമല്ലോ. കുറെ കാലമായി അവിടെയുള്ള ആൾക്കാരെ കൊഴുപ്പിക്കാൻ ഞാൻ നിന്നോട് പറഞ്ഞിട്ട് ഇതുവരെയായിട്ട് നീ അത് ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് നിനക്ക് പിടി കിട്ടിയത്. ഇനി എന്തായാലും ഇതിനധികം സമയം ഞാൻ തരത്തില്ല, വേഗം തന്നെ അവിടെയുള്ള എല്ലാവരും ഒഴിപ്പിക്കണം. പിന്നെ നീ അയച്ചു തന്ന ആ വീഡിയോസ് ഞാൻ കണ്ടു, ആ സൂപ്പർ പവർ ഉള്ള മനുഷ്യന്റെ. അയാൾക്ക് സൂപ്പർ പവർ ഉണ്ട് എന്ന കാര്യം എനിക്ക് മനസ്സിലായി. അയാളാണല്ലോ ഇപ്പൊ നിനക്കൊരു തടസ്സമായിട്ട് നിൽക്കുന്നത്. അയാളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഉടനെ തന്നെ അയാളെ ഞാൻ അവിടുന്ന് മാറ്റാൻ പോവാണ്. ആ സമയത്ത് നീയും നിന്റെ ടീമും കൂടെ അവിടെയുള്ള ആൾക്കാരെ മുഴുവൻ ഒഴിപ്പിക്കണം എന്നാണ് മിൻ പറയുന്നത്. ഇതേ സമയം തന്നെ റൂമയും കൂട്ടരും അവരുടെ കടയ്ക്കകത്തിരിക്കുകയാണ്. അതിനിടയിലാണ് അവർ മൊബൈലിൽ ഒരു TV ന്യൂസ് കാണുന്നത്. അത് റൂമി കൊടുത്ത ഇന്റർവ്യൂ ആണ് എന്നാണ് അവർ വിചാരിച്ചിരുന്നത്. എന്നാൽ ആ ഇന്റർവ്യൂ അല്ല, ആ ന്യൂസിൽ പറയുന്നത് ഷിന്നിന്റെ കാര്യമാണ്. അയാളെ മോശമായിട്ടാണ് ആ ന്യൂസിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല അവരിപ്പോ ഇന്റർവ്യൂവിന് വേണ്ടി ഒരു സയന്റിസ്റ്റിനെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ആ സയന്റിസ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ആ മനുഷ്യന് സൂപ്പർ പവർ ഉണ്ടായിട്ട് ചെയ്യുന്നൊന്നുമല്ല, അയാളുടെ കയ്യിൽ എന്തോ ഒരു ഡിവൈസ് ഉണ്ട്, അത് വെച്ചിട്ടാണ് അയാൾ ആൾക്കാരെ എല്ലാം ഇടിച്ചു തെറിപ്പിക്കുന്നത്. എനിക്ക് തോന്നുന്നത് നോർത്ത് കൊറിയയിലെ ആൾക്കാരാണ് ആ ഡിവൈസ് അയാൾക്ക് ഉണ്ടാക്കി കൊടുത്തതാണ്. അങ്ങനെയാണെങ്കിൽ ഈ മനുഷ്യൻ നമ്മുടെ നാടിന് ഭീഷണിയാണ്, അവൻ എത്രയും പെട്ടെന്ന് പിടിച്ചു കെട്ടണം എന്നാണ് ആ സയന്റിസ്റ്റ് പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ റുമിക്കും കൂട്ടർക്കും ഒരു ഞെട്ടലായിരുന്നു.
അപ്പൊ പണി കറങ്ങി തിരിഞ്ഞ് അവർക്ക് നേരെ തന്നെയാണ് വരുന്നത് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. 2 പോലീസുകാരിപ്പം അവരുടെ കടയുടെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ്. അവരെ നോക്കിക്കൊണ്ട് ആ സ്ക്രാപ്പുകൾക്ക് മുകളിലായിട്ട് ഷിന്നും കൂട്ടി നിൽക്കുന്നുണ്ട്. ഇപ്പൊ പോലീസുകാർ അങ്ങോട്ട് വന്നിട്ട് പറയുന്നത് ഷിൻ ഉടനെ തന്നെ സ്റ്റേഷനിലേക്ക് വരണമെന്നാണ്. എന്നാൽ ആദ്യം അവരത് പറയുമ്പോൾ ഷിൻ അതിന് സമ്മതിക്കുന്നില്ല. കാരണം പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും പണി കിട്ടും എന്ന കാര്യമൊക്കെ അറിയാം. എന്നാൽ അയാൾ വരത്തില്ല എന്ന് പറയുമ്പോൾ പോലീസുകാർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്റെ പേരിൽ ആരും ഒരു കള്ളക്കേസ് കൊടുത്തിട്ടുണ്ട്, അത് തെറ്റിദ്ധാരണ കാരണം നടന്നതാണ് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് ഉടനെ തന്നെ നീ സ്റ്റേഷനിലേക്ക് വന്നിട്ട് നിന്റെ നിരപരാധിത്വം തെളിയിക്കണം, അല്ലെങ്കിൽ നീ ഈ കേസിൽ പെട്ടുപോകും എന്നാണ് ആ പോലീസുകാർ പറയുന്നത്. പോലീസുകാർ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ എന്നാ ഞാൻ വരാമെന്നും പറഞ്ഞിട്ട് ഷിൻ വേഗം അവരുടെ അടുത്തേക്ക് ചെന്നു. എന്നാൽ അയാൾ അവരുടെ അടുത്തേക്ക് വന്നപ്പം ആ പോലീസുകാർ ഉടനെ തന്നെ അയാളെ വിലങ്ങ് വയ്ക്കുകയാണ്. അതിനുശേഷമാണ് പോലീസുകാർ അയാൾ അവിടുന്ന് കൊണ്ടുവന്നത്. ഇതെല്ലാം കാണുമ്പോൾ ഇത് പണിയാണ് എന്ന കാര്യം റൂമിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൾ ഉടനെ അവളുടെ വക്കീലിനെ വിളിക്കുകയാണ്. എന്നിട്ട് അവളെ കാര്യങ്ങളൊക്കെ ഹ്യൂൻ വക്കീലിന്റെ അടുത്ത് പറഞ്ഞു. അതെല്ലാം കേൾക്കുമ്പോൾ ഈ കാര്യം ഞാൻ അന്വേഷിച്ചോളാന്നും പറഞ്ഞിട്ട് അയാൾ വേഗം ഫോൺ കട്ട് ചെയ്തു. അതിനുശേഷം ഹ്യൂൻ വക്കീൽ നേരെ വിളിക്കുന്നത് ആ പ്രോസിക്യൂട്ടറിനെയാണ്. എന്നാൽ പ്രോസിക്യൂട്ടർക്ക് പറയാനുള്ള കാര്യം കേൾക്കുമ്പോൾ അവൻ ശരിക്കും ഞെട്ടിപ്പോയി. പ്രോസിക്യൂട്ടർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ടേസാൻ കമ്പനിക്കാർ വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു പ്ലാനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പൊ റുമിയുടെ അമ്മയെ കൊന്നു എന്ന പേരിലാണല്ലോ നിങ്ങൾ അവർക്ക് നേരെ കേസ് കൊടുത്തിരിക്കുന്നത്. ആ കേസ് അവസാനിപ്പിക്കാൻ വേണ്ടി റുമിയുടെ അമ്മയെ കൊന്നു എന്നും പറഞ്ഞിട്ട് അവരുടെ കൂട്ടത്തിൽ ഒരുത്തന്റെ അടുത്ത് അവർ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. അവൻ ഇനി കീഴടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്ത കേസ് അതോടെ തീരും. പിന്നെ പോലീസുകാരും ആ ടേസാൻ കമ്പനിക്കാരുടെ കൂടെയാവും. അവർ ഉടനെ തന്നെ നിങ്ങൾ അവിടെ നിന്ന് ഒഴിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാവരും അവിടെ നിന്ന് മാറുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് എന്നാണ് പ്രോസിക്യൂട്ടർ പറയുന്നത്. അങ്ങനെ പ്രോസിക്യൂട്ടറോട് സംസാരിച്ചതിന് ശേഷം ഹ്യൂൻ വക്കീൽ നേരെ റുമിയെ വിളിച്ചു. എന്നിട്ട് അയാൾ പറയുന്നത്, ഇനിയിപ്പോ ഒന്നും നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല, നിങ്ങൾ കൊടുത്ത കേസൊക്കെ തീർന്നു. ഇനിയിപ്പോ പോലീസുകാരും ആ ടേസാൻ കമ്പനിക്കാരും എല്ലാവരും കൂടെ നിങ്ങൾ അവിടെ നിന്ന് അടിച്ചിറക്കാൻ വരും. അതിനു മുമ്പ് നിങ്ങൾ അവിടെ നിന്ന് മാറുന്നതായിരിക്കും നല്ലത് എന്നാണ് ഹ്യൂൻ വക്കീൽ പറയുന്നത്. ഇതെല്ലാം കേട്ട് റുമിയാണെങ്കിൽ ശരിക്കും ഞെട്ടി നിൽക്കുകയാണ്. പക്ഷെ അവൾ പറയുന്നത് എന്തു വന്നാലും ഞങ്ങൾ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകത്തില്ല എന്നാണ്. ഈ സമയത്താണ് കുറെ പോലീസുകാരൊക്കെ അവരുടെ ആ ബിൽഡിങ്ങിന്റെ അടുത്തേക്ക് വരുന്നത്. ഇതേ സമയം തന്നെ ഷിന്നാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുകയാണ്. ഇപ്പൊ അവനെ കാണാൻ വേണ്ടി ആ മിൻ അങ്ങോട്ട് വന്നിട്ടുണ്ട്. അവർ രണ്ടുപേരും കൂടെ ഇപ്പൊ റൂമിനകത്തിരുന്ന് സംസാരിക്കുകയാണ്. മിന്നിപ്പോ ഷിന്നിന്റെ അടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ സൂപ്പർ പവറിനെ കുറിച്ചൊക്കെ ഞാൻ അറിഞ്ഞു, അതിന്റെ വീഡിയോസും ഞാൻ കണ്ടു. സംഭവം വളരെ രസകരമാണ്. പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ ഈ കഴിവുകള് നിങ്ങൾ കുറ്റകൃത്യത്തിന് വേണ്ടി ഉപയോഗിക്കും എന്ന് ഞാൻ കോടതിയിൽ വാദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പിന്നീട് നിങ്ങൾ പുറലോകം കാണത്തില്ല. മാത്രമല്ല, നിങ്ങളെ കൊടുക്കാൻ വേണ്ടി എന്റെ കയ്യിൽ വേറെ ഒരുപാട് ഐഡിയാസ് ഉണ്ട്. പക്ഷെ അതൊന്നും ഞാൻ ചെയ്യുന്നില്ല. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് 2 ചാൻസ് തരാം. അതിലൊന്നാമത്തേത്, നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം. നിങ്ങളുടെ ഈ കഴിവുകൾ എന്റെ കമ്പനിക്ക് ഒരുപാട് ഉപകാരം ചെയ്യും. പിന്നെ രണ്ടാമത്തേത്, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ പ്രവർത്തിക്കുക. നിങ്ങളെ ജയിലിൽ അടയ്ക്കണോ വേണ്ടേ എന്ന കാര്യം ഞാൻ തീരുമാനിച്ചോളാം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ മകളും അവൾ നടത്തുന്ന ആ കടയുണ്ടല്ലോ, അതിനെ ഇനി രക്ഷിക്കാൻ ആരെക്കൊണ്ടും പറ്റത്തില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രക്ഷ നോക്കാം. ഇപ്പൊ നിങ്ങൾക്ക് അത് സമ്മതിക്കാൻ പറ്റത്തില്ല എന്ന കാര്യം എനിക്കറിയാം. അതുകൊണ്ട് നല്ല രീതിയിൽ നിങ്ങളൊന്ന് ആലോചിക്കുക, എന്നിട്ട് എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവൾ അവളുടെ ഒരു വിസിറ്റിംഗ് കാർഡ് അയച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം അവൾ അവിടുന്ന് പോവുകയും ചെയ്തു. ഈ സമയം പോലീസുകാരും ആ ടേസാൻ കമ്പനിയിലെ ഗുണ്ടകൾ എല്ലാവരും ചേർന്നിട്ട് റുമിയുടെയും കൂട്ടിയുടെയും ആ ബിൽഡിംഗ് അതിന്റെ ഏരിയയും മൊത്തം തല്ലി തകർത്തുകൊണ്ടിരിക്കുകയാണ്. റുമിയും കൂട്ടരുമാണെങ്കിൽ പേടിച്ചിട്ടിപ്പം അവിടുത്തെ ഒരു ബിൽഡിംഗിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിലേക്ക് പോയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ അങ്ങോട്ട് വന്നതുകൊണ്ട് തന്നെ എന്താണ് ചെയ്യേണ്ടത് എന്നവർക്കൊരു എത്തുംപിടിയും കിട്ടുന്നില്ല. ഇതേ സമയം തന്നെ പോലീസുകാരൊക്കെ കൂടെ ഷിന്നിനെയും കൂട്ടി അവിടുത്തെ സെല്ലിലേക്ക് കൊണ്ടുവരികയാണ്. ഈ സമയം അവിടെ TV വെച്ചിട്ടുണ്ട്. ആ TVയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് റുമിയുടെയും കൂട്ടരുടെയും ആ ബിൽഡിംഗിന്റെ അടുത്ത് നടക്കുന്ന പ്രശ്നങ്ങളാണ്. എന്നാൽ ഇപ്പൊ ഷിന്നിനെ അവരങ്ങോട്ട് കൊണ്ടുവന്നപ്പം പോലീസുകാർ പെട്ടെന്ന് TV അങ്ങോട്ട് ഓഫ് ചെയ്ത് കളഞ്ഞു. പക്ഷെ സംഭവം അയാൾക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അയാൾ എത്ര പറഞ്ഞിട്ടും പോലീസുകാർ TV വെക്കുന്നില്ല. അവർ ഉടനെ തന്നെ അയാൾ ഒരു സെല്ലിലേക്കാണ്. എന്നാൽ ഈ സമയം അയാൾ നോക്കുമ്പോൾ അവിടെ ഒരു പോലീസുകാരൻ ഫോണിൽ സംസാരിക്കുന്നുണ്ട്. അയാൾ ഉടനെ തന്നെ അയാളുടെ ആ പവർ വെച്ചിട്ട് ആ ഫോൺ അയാളുടെ കയ്യിലേക്ക് തട്ടിയെടുക്കുകയാണ്. എന്നിട്ട് ആ ഫോൺ വഴി ഇന്റർനെറ്റ് ചെക്ക് ചെയ്യുമ്പോൾ തന്റെ മകളും കൂട്ടരും പ്രശ്നത്തിലാണ് എന്ന കാര്യമൊക്കെ മനസ്സിലായി. അതുകൊണ്ട് തന്നെ അയാൾക്ക് വല്ലാത്തൊരു ദേഷ്യം വരികയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ അയാളുടെ കയ്യിലെ വിലങ്ങ് മൊത്തം അങ്ങോട്ട് പൊട്ടിച്ചു കളഞ്ഞു. അതിനുശേഷം അടുത്തതായിട്ട് അയാൾ ഇട്ടിരിക്കുന്ന ആ ജയിലുണ്ടല്ലോ, അതിനകത്ത് ആ കമ്പി മൊത്തം അയാൾ തകർത്ത് കളഞ്ഞു. അതോടുകൂടെ അവിടെ നിൽക്കുന്ന പോലീസുകാർ മൊത്തത്തിൽ അങ്ങോട്ട് തെറിച്ചു പോവാണ്. ഈ സമയം തന്നെ നമ്മുടെ മിന്നാണെങ്കിൽ തിരിച്ചു പോകാൻ വേണ്ടി അവളുടെ വണ്ടിയുടെ അടുത്തേക്ക് നടക്കുകയാണ്. പെട്ടെന്നാണ് ആ പോലീസ് സ്റ്റേഷന്റെ മുകൾ ഭാഗം തകർത്തുകൊണ്ട് ഷിന്ന് താഴേക്ക് ചാടുന്നത്. അതൊക്കെ കണ്ട് മിന്നാണെങ്കിൽ ശരിക്കും അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. അങ്ങനെ താഴേക്ക് ലാൻഡ് ചെയ്ത ഉടനെ തന്നെ അയാൾക്ക് നേരത്തെ അവൾ കൊടുത്തൊരു കാർഡ് ഉണ്ടല്ലോ, പുള്ളി അത് കയ്യിലെടുത്തു. അതിനുശേഷം അതങ്ങോട്ട് ചുളുക്കുകയാണ്. അതോടുകൂടെ അവിടെ നിർത്തിയിട്ടിരിക്കുന്ന അവളുടെ ബെൻസ് കാറും മൊത്തം ചളുങ്ങി പോവാണ്. അങ്ങനെ ഈ പണിയൊക്കെ ചെയ്തതിനു ശേഷം അയാൾ ഇങ്ങനെ പതുക്കെ വായുവിലേക്ക് വരാൻ തുടങ്ങി. അതിനുശേഷം ഒരൊറ്റ പോക്കാണ്. ഇപ്പൊ അയാൾക്ക് പറക്കാനൊക്കെ പറ്റുന്നുണ്ട്. എന്നാൽ ഈ കാര്യങ്ങളൊന്നും അയാൾ സ്വന്തമായിട്ട് ട്രെയിൻ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് കുറെ പോയി കഴിയുമ്പോൾ അയാൾ പെട്ടെന്ന് താഴേക്ക് വീണു. അങ്ങനെ അയാൾ നേരെ ചെന്ന് വീഴുന്നത് നടു റോഡിലാണ്. ഈ സമയം അവിടെ വലിയൊരു TV വെച്ചിട്ടുണ്ട്. ആ TVയിൽ കാണിക്കുന്നതും ഇപ്പൊ റുമിയുടെ കടയിൽ അവിടെ നടക്കുന്ന പ്രശ്നങ്ങളാണ്. അതിലേക്കൊന്ന് നോക്കിയതിനു ശേഷം അയാൾ വളരെ വേഗത്തിൽ അവിടെ ഓടാൻ തുടങ്ങി. അയാളിപ്പോ ഈ ഓടുന്ന സ്ഥലത്ത് മൊത്തം നല്ല ട്രാഫിക് ബ്ലോക്ക് ആണ്. അതിന്റെ ഇടയിൽ കൂടെയാണ് അയാൾ ഇങ്ങനെ സൂപ്പർ സ്പീഡിൽ ഓടി പോകുന്നത്. ആ ഓട്ടത്തിനിടയിൽ ചില കാറുകളൊക്കെ അവിടെ നിന്ന് തെന്നി മാറുകയും ചെയ്യുന്നുണ്ട്.
ഈ സമയം തന്നെ റൂമിയുടെ കൂട്ടത്തിലെ ആൾക്കാരൊക്കെ ആ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ പുറകെ പോലീസുകാരും വരുന്നുണ്ട്. അങ്ങനെ അവർ ആ ബിൽഡിങ്ങിന്റെ റൂഫിലെത്തി കഴിയുമ്പോൾ കുറെ പോലീസുകാർ വന്നിട്ട് അവരുടെ കൂട്ടത്തിൽ ഒരുത്തനെ പിടിച്ചു. എന്നാൽ അവരെ പിടിച്ചതും അവൻ ആ ബിൽഡിങ്ങിന്റെ അപ്പുറത്തേക്ക് വീണു പോവാണ്. എന്നാൽ അവിടുത്തെ കമ്പിയിൽ പിടിച്ചതുകൊണ്ട് അവൻ താഴേക്ക് വീണ്ടില്ല. ഈ സമയം പോലീസുകാർ വീണ്ടും അവനെ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവരെ കൊണ്ട് അതിന് സാധിക്കുന്നില്ല. അവനിങ്ങനെ കഷ്ടപ്പെട്ട് ആ കമ്പിയിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കുകയാണ്. ഇതേ സമയം തന്നെ ഷിന്നാണെങ്കിൽ അവരുടെ അടുത്തേക്ക് ഇങ്ങനെ പറന്നു വരികയാണ്. കുറെ ബിൽഡിങ്ങിന്റെ ഇടയിൽ കൂടെയാണ് അവനിങ്ങനെ പറന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ പറക്കുന്നതിന്റെ ഇടയിൽ ബിൽഡിങ്ങിന്റെ പല ഭാഗങ്ങളിലും അവൻ ചെന്ന് ഇടിക്കുന്നുണ്ട്. ഈ സമയമാകുമ്പോഴേക്കും അവിടെ തൂങ്ങി നിന്ന ആ മനുഷ്യനാണെങ്കിൽ അവിടെ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് അയാളെ കൈവിടാണ്. എന്നാൽ അയാൾ താഴേക്ക് പോകുമ്പോഴേക്കും ഷിൻ അങ്ങോട്ട് വന്നിട്ട് അയാളെ പിടിക്കുകയാണ്. അതിനുശേഷം വളരെ സേഫ് ആയിട്ട് അയാളെ താഴേക്ക് ഇറക്കുകയും ചെയ്തു. അങ്ങനെ അയാളെ താഴേക്ക് ഇറക്കി കഴിയുമ്പോഴാണ് റുമയും കൂട്ടരും ആ ബിൽഡിങ്ങിന്റെ മുകളിലുള്ള കാര്യം അയാളിപ്പോൾ ഷിന്നിന്റെ അടുത്ത് പറയുന്നത്. അത് കേട്ടതും അയാൾ പിന്നെ അവിടുന്ന് ജമ്പ് ചെയ്യാണ്. എന്നാൽ ഈ സമയം അവിടെ ഒരു ക്രെയിനിലായിട്ട് ഒരു കണ്ടെയ്നർ തൂക്കിയിട്ടുണ്ട്. അതിനകത്ത് കുറെ പോലീസുകാരാണ്. അവിടെ മൊത്തം പുകയായതുകൊണ്ട് അങ്ങോട്ട് പറക്കുമ്പോൾ ഷിൻ അത് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അയാൾ പെട്ടെന്ന് ചെന്നിട്ട് ആ കണ്ടെയ്നറിൽ ഇടിച്ചിട്ട് നേരെ താഴേക്ക് വീഴാണ്. അങ്ങനെ താഴേക്ക് പോരുന്ന ഷിന്ന് നേരെ ഒരു ബിൽഡിങ്ങിന്റെ അകത്ത് കയറി. എന്നാൽ ഈ സമയം അവിടെ ഇഷ്ടംപോലെ പോലീസുകാർ നിൽക്കുന്നുണ്ട്. ഇപ്പൊ ഷിൻ അങ്ങോട്ട് വന്നതും പോലീസുകാരെല്ലാരും കൂടെ അയാളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അയാളുടെ അടുത്തേക്ക് ഓടി വരികയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഷിൻ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് അവരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ സമയം തന്നെ ആ കണ്ടെയ്നറിലുള്ള പോലീസുകാരൊക്കെ കൂടെ റൂമിയെ പിടിച്ച കണ്ടെയ്നറിന്റെ അകത്തേക്ക് ആക്കി. വേറെ കുറെ പോലീസുകാർ ആ ബിൽഡിങ്ങിന് മുകളിൽ നിൽക്കുന്നവർ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം തന്നെ ഷിന്നാണെങ്കിൽ അവിടെയുള്ള പോലീസുകാരെ മൊത്തം ഇടിച്ചിട്ടിട്ട് പിന്നെ അവിടുന്ന് ജമ്പ് ചെയ്തു. അതിനുശേഷം ആ പോലീസുകാർ അറ്റാക്ക് ചെയ്യുന്ന ആ ബിൽഡിങ്ങിന്റെ മുകളിലേക്കാണ് അയാൾ ചെല്ലുന്നത്. അവിടേക്ക് എത്തിയതിനു ശേഷം അയാൾ അവിടെയുള്ള പോലീസുകാരെ മൊത്തം ഇടിച്ചു തെറിപ്പിക്കുകയാണ്. ഈ സമയത്താണ് ആ കണ്ടെയ്നറിൽ ഒരു കാര്യം സംഭവിക്കുന്നത്. അതിൽ നിന്നും ഒരു പോലീസുകാരൻ താഴേക്ക് വീണു. എന്നാൽ അയാൾ വീഴുന്നതിന് മുമ്പ് തന്നെ റൂമി അയാളെ കയറി പിടിച്ചു. അവളിപ്പം ആ പോലീസുകാരനെ രക്ഷിക്കാനാണ് ശ്രമിക്കുന്നത്. ഇതെല്ലാം ആ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നുകൊണ്ട് ഷിന്നും കാണുന്നുണ്ട്. അയാളിപ്പോൾ അയാളുടെ പവർ വെച്ചിട്ട് ആ കണ്ടെയ്നർ അയാൾ നിൽക്കുന്ന ബിൽഡിങ്ങിലേക്ക് അടുപ്പിക്കുകയാണ്. കുറെ നേരത്തെ കഷ്ടപ്പാടിനൊടുവിൽ അയാൾ ആ കണ്ടെയ്നർ അങ്ങോട്ട് അടുപ്പിച്ചു. എന്നാൽ പെട്ടെന്നാണ് അയാളുടെ കാല് തട്ടിയിട്ട് ആ കണ്ടെയ്നർ ഇളകുന്നത്. അതോടുകൂടെ അതിലുണ്ടായിരുന്ന റൂമി നേരെ താഴേക്ക് വീഴാണ്. എന്നാൽ അവള് താഴേക്ക് പോയത് കണ്ട ഉടനെ തന്നെ ഷിൻ അയാളുടെ സൂപ്പർ സ്പീഡിൽ നേരെ താഴേക്ക് ചാടാണ്. അങ്ങനെ അവള് താഴേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അയാൾ ചെന്നിട്ട് അവളെ പിടിച്ചു. എന്നിട്ട് സേഫ് ആയിട്ട് അവളെയും കൊണ്ട് മുകളിലേക്ക് പോവാണ്. അങ്ങനെ അയാൾ ആ ബിൽഡിങ്ങിന് മുകളിലേക്ക് എത്തുമ്പം റുമിയുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ബാക്കി എല്ലാവരും അങ്ങോട്ട് എത്തി. അങ്ങനെ റുമിയുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ അയാൾ സോൾവ് ചെയ്തു. പക്ഷെ അയാൾക്ക് ഇനി അവിടെ നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ തന്റെ മകളെ ബാക്കിയുള്ളവരെ ഏൽപ്പിച്ചിട്ട് അയാൾ അവിടുന്ന് പറന്നു പോവാണ്. അയാൾ നേരെ പോയിരിക്കുന്നത് ആ പോലീസുകാരുടെ അടുത്തേക്ക് തന്നെയാണ്. ഈ സമയം ആ ടേസാങ് കമ്പനിയിലെ കിം അവിടെ നിൽക്കുന്നുണ്ട്. അവനെ കാണുമ്പോൾ അയാൾക്ക് ഇങ്ങനെ ദേഷ്യം ഇരച്ചു കയറാൻ തുടങ്ങി. അയാൾ ഒറ്റയിടിക്ക് തന്നെ ആ കിമ്മിനെ അവിടുന്ന് തെറിപ്പിച്ച് കളയാണ്. അങ്ങനെ അവന്റെ പണിയും കൂടെ തീർത്തതിന് ശേഷം ഷിന്ന് നേരെ പോലീസുകാരുടെ അടുത്തേക്ക് ചെന്നിട്ട് അവരുടെ മുമ്പിൽ കീഴടങ്ങാണ്. അതിനെ തുടർന്ന് പോലീസുകാരെല്ലാം വിലങ്ങ് വെച്ചിട്ട് ഷിന്നിനെ അവിടുന്ന് കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ ജയിലിൽ പോയതിനു ശേഷം കുറച്ചു വർഷം അയാൾ അകത്ത് കടന്നു. ഇപ്പൊ ഇന്നത്തെ ദിവസം അയാൾ റിലീസ് ആവുകയാണ്. ജയിലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഷിൻ അവിടെ നടക്കാൻ തുടങ്ങി. കുറെ നടന്ന് ഒരു സ്ഥലത്ത് എത്തുമ്പോൾ നമ്മുടെ ഹ്യൂൻ വക്കീൽ വന്നിട്ട് അയാളെ പിക്ക് ചെയ്യുകയാണ്. പോകുന്ന വഴിക്ക് ഹ്യൂൻ വക്കീൽ ഷിന്നിന്റെ അടുത്തൊരു കാര്യം പറയുന്നുണ്ട്. അതായത് ഹ്യൂൻ വക്കീലിന്റെ കല്യാണമാണ്. അയാൾ കല്യാണം കഴിക്കാൻ പോകുന്നത് റൂമിയാണ്. ആ ഒരു സന്തോഷ വാർത്തയാണ് ഹ്യൂൻ വക്കീൽ ഇപ്പൊ ഷിന്നിന്റെ അടുത്ത് പറയുന്നത്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അയാൾ ഷിന്നിനെ വിളിച്ചുകൊണ്ട് നേരെ പോകുന്നത് റൂമി നടത്തുന്ന റെസ്റ്റോറന്റിലേക്കാണ്. അവളിപ്പോ വേറൊരു ഭാഗത്ത് പുതിയൊരു കട സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഷിൻ അങ്ങോട്ട് വരുന്നത് കാണുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ അയാൾക്ക് നേരെ കൈവെക്കുകയാണ്. ഈ സമയം റൂമി അവിടെ നിൽക്കുന്നുണ്ട്. അച്ഛനെ കാണുമ്പോൾ അവൾക്ക് ശരിക്കും സന്തോഷമായി. ഈ സമയം അവൾ അവിടെ നിന്നുകൊണ്ട് അയാളുടെ അടുത്തൊരു കാര്യം വിളിച്ചു പറയാണ്. എന്താ അച്ഛൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ, നിങ്ങളൊന്നും ഇങ്ങോട്ട് വന്നേ, എന്നിട്ട് ഈ ബിയറും കാര്യങ്ങളൊക്കെ ഒന്ന് സെർവ് ചെയ്തേ എന്നാണ് അവളിങ്ങനെ വിളിച്ചു പറയുന്നത്. അവളങ്ങനെ പെട്ടെന്ന് അത് വിളിച്ചു പറഞ്ഞപ്പം അയാൾക്ക് ഇൻട്രസ്റ്റ് ആയി. ഈ സമയം അയാൾ ഹ്യൂൻ വക്കീലിന്റെ അടുത്ത് പറയുന്നത്, ഞാൻ കുറെ കാലമായി എന്റെ ഈ പവറുകൾ ഉപയോഗിച്ചിട്ട് അതുകൊണ്ട് വർക്കാവോ ഇല്ലയെന്നൊന്നും എനിക്ക് അറിയത്തില്ല, എങ്കിലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അയാൾ കൈ പൊക്കാൻ തുടങ്ങി. അങ്ങനെ അയാൾ കൈ പൊക്കിയതും അവിടെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്ന ബിയർ ഗ്ലാസുകളൊക്കെ ഇങ്ങനെ വായുവിലേക്ക് വരാൻ തുടങ്ങി. അതെല്ലാം ഇപ്പൊ കസ്റ്റമേഴ്സിന്റെ അടുത്തേക്ക് ഇങ്ങനെ പറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കണ്ട് വളരെ സന്തോഷത്തിൽ നിൽക്കുകയാണ് റൂമിയും കൂട്ടരും. ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതിയറിയിക്കാൻ മറക്കരുത്. പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പൊ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.